ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചു. മഴയൊന്നും കാര്യമാക്കിയില്ല. മഴയാണെങ്കിലും ഞങ്ങൾ പോകാനുള്ളത് പോവും. അപ്പം ഞങ്ങൾ പോകുന്നത് ഒരു കോന്നിയിലെ ഒരു അടവി എന്ന് പറയുന്ന ഒരു എക്കോ ടൂറിസത്തിലാണ്. ഒരു രക്ഷയില്ല, അവിടുത്തെ ചെടികളൊക്കെ സൂപ്പറാണ് കേട്ടോ. ഫ്രണ്ട് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ചെടികളൊക്കെ നിൽപ്പുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതാണ് നമ്മുടെ ആ സീനറി എന്ന് പറയുന്നത്. രണ്ട് സൈഡ് നല്ല വനമാണ്. ഫോറസ്റ്റ് ഏരിയ ആണല്ലോ കോന്നി. അപ്പോൾ രണ്ട് സൈഡ് നല്ല വനമാണ്. പോരാത്തതിന് കൊളയട്ട, പാമ്പ് ഐറ്റംസ് മുതലായ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന ഉടനെ അതിൽ കൊട്ടവഞ്ചിയാണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്ന സംഭവം. അതിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആദ്യം എല്ലാവരും പേടിയെന്നും എന്നൊക്കെ പറഞ്ഞ് പിറകോട്ട് നിന്നതാണ്. പിന്നീട് എല്ലാവരും ഫ്രണ്ടിലോട്ട് വന്നു. ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഫ്രണ്ടിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് 4 കൊട്ടവഞ്ചിയാണ് തന്നത് കേട്ടോ അവർ. അങ്ങനെ നമ്മൾ ഓരോ കൊട്ടവഞ്ചിയിലും ഒരാൾ തുഴയാൻ വേണ്ടിയിട്ട് കാണുമല്ലോ. അങ്ങനെ ഈ ചേട്ടൻ എന്ന് പറയുന്നത് ആൾ ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് അതിലിരിക്കുന്നവരെ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിൽ പോകുന്നവരെയും സൈഡിൽ പോകുന്നവരെയൊക്കെ ചിരിപ്പിച്ചു. അപ്പോൾ അതിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മൂകതയായിട്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെയും കൂടിയൊക്കെ എൻ്റർടൈൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടിയിലെ കൊട്ടവഞ്ചിയിലെ ചേട്ടന് ഒരു അനക്കവും ഇല്ല, അവിയില്ല. അതിങ്ങനെ പതിയെ ഒരു സൈലൻറ്റ് സമാധാനപ്രിയനായിരുന്നു കേട്ടോ ചേട്ടൻ. അപ്പോൾ അവിടെ ഇരുന്ന് ഈ ചേട്ടൻ ഓരോ ഇതൊക്കെ കാണിക്കുന്നത് കണ്ട് നമ്മുടെ ഈ ചേട്ടനും ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ ഇതൊക്കെ കാണിക്കുന്നത്. ഞങ്ങളുടെ വണ്ടിയിൽ വന്നിട്ട് ഞങ്ങളെയും കൂടി ഒന്ന് ചിരിപ്പിക്കുകയും ഒന്ന് അനക്കുകയൊക്കെ ചെയ്യാൻ ചേട്ടൻ. അപ്പോൾ അതിലിരുന്നൊരു കൊച്ചു പറയുകയാണ്, ചേട്ടാ ഞങ്ങൾ അനക്കണ്ട, അവരനക്കണ്ട, ഞങ്ങൾ മാത്രം അനക്കാൻ മതി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ട് വഞ്ചി ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഞങ്ങൾ സേക്കെടുത്ത് ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. കൂടുതലും വീഡിയോ തന്നെയാണ് എടുത്തത്. നല്ല രസമാണ്. കണ്ട് അവിടെ നിന്ന് വരാനേ തോന്നത്തില്ല, അത്ര രസമാണ് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ ചെറിയ പാമ്പൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളാരും കണ്ടില്ല. ഞങ്ങളുടെ പിറകിലും വഞ്ചിയിലും വന്നവരാണ് പറഞ്ഞത് ഇതിൽ പാമ്പുണ്ട് വണ്ടിയിൽ. ഈ സംഭവത്തിനകത്ത് പാമ്പുണ്ട്, അതുകൊണ്ട് കൈയൊന്നും അധികം താഴോട്ടൊന്നും ഇടണ്ട. ഞങ്ങൾ കൈയൊക്കെ ഇട്ട് കളിച്ചതിന് ശേഷമാണ് അവരിതൊക്കെ പറയുന്നത്. എന്തായാലും ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ ചേട്ടനൊന്ന് എൻ്റർടൈൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കൂടെ ഇരുന്നവരെല്ലാം തല ഇറക്കുകയാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്ന സംഭവം. എന്തായാലും പിന്നെന്താണ്, ഈ ഞങ്ങൾ പോകാൻ നേരമാണ് ഇവിടെ ഈ ഒരു ഊഞ്ഞാലിനെ കണ്ടിപ്പെട്ടത്. അങ്ങനെ ഇത്രയും പിള്ളേരും ഉണ്ട്, ആകെ ഒരു ഊഞ്ഞാലും ഉണ്ട്. പോകാറായപ്പോൾ തന്നെ മഴക്കോള് നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. നല്ല ഇരുണ്ട് ഭയങ്കര കാറ്റൊക്കെയായി. അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങ് അധികം നേരം നിന്നില്ല. അപ്പോൾ ഈ കൊച്ചുങ്ങളെയൊക്കെ ഊഞ്ഞാലിൻ്റെ പിടിയൊക്കെ വിട്ട് അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നു. അതിനെയൊക്കെ പിടിച്ച് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചു. 5:30 ശേഷം അങ്ങോട്ട് പ്രവേശനം ഇല്ല കേട്ടോ. 5:30 മുമ്പായിട്ട് അവിടെ പോകുന്നവർ ഒരു 2 മണി ആ സമയത്തൊക്കെ പോയി 5:30 വരെയൊക്കെ ഇവിടെ നിന്ന് കളിച്ചിട്ടൊക്കെ വരാം. വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ വെള്ളം വലിയ ആഴമൊന്നുമില്ല. അവിടെയൊക്കെ നിന്ന് കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ പോകുന്നത് കേട്ടോ, കോന്നി ആ സൈഡിലോട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ അവിടെയൊക്കെ ഇറങ്ങി ക്ഷീണിച്ചു. ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയതാണ് പത്തനംതിട്ട. അപ്പോൾ അവരുടെ വീട്ടിനടുത്തായതുകൊണ്ട് അവിടെയും കൂടി പോയതാണ്. അങ്ങനെ രാത്രിയായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ആർക്കും ഒരു ക്ഷീണമില്ല. എല്ലാവരും ഭയങ്കര എനർജറ്റിക്കായിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച്